ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലൊക്കേഷനിൽ ഞാൻ വന്നിരിക്കുകയാണ്. അതായത് അജ്മാനിലുള്ള മർസ ബീച്ചാണ്. മർസ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ആയതുകൊണ്ട് കുറേ മാർക്കറ്റ്സ്, സ്മോൾ ഷോപ്സും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ബാക്കിൽ നിന്ന് കാണുന്നുണ്ടാവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് കുഞ്ഞു കടകളും മാർക്കറ്റ്സും, ഡ്രസ്സിൻ്റെ ഷോപ്സ്, അബായസിൻ്റെ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ്, അങ്ങനെ ഒരുപാട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഷോപ്സും കുട്ടികൾ കളിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇത് വിൻ്റർ സ്റ്റാർട്ട് ആയതാൻ തോന്നുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, വിൻ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 1 വീക്ക് കൂടി അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന മാർക്കറ്റ്സും കാര്യങ്ങളും പക്ഷേ അടിപൊളിയാണ്. ഭയങ്കര ചീപ്പായിട്ട് എക്കണോമിക്കായിട്ട് നമുക്ക് സാധനങ്ങൾ ഇവിടെ വാങ്ങാം. എന്താ വെച്ചാൽ ഇവിടുത്തെ സാധനങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വില കുറവാണ്. ഞാനിവിടെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അടിപൊളി ഏരിയയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ എന്നാണ് ഞാനിവിടെ കടയിൽ ഒരു പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ഇവിടെ മർസ ബീച്ചിൽ വരാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അടിപൊളി ലൊക്കേഷനാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് കാഴ്ചകൾ കാണാം, ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. മെയിൻലി പർച്ചേസിങ്ങിന് എക്കണോമിക്കായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടില്ലേ ബാക്കിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അജ്മാൽ ഇത്ര നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് മൂവ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ മർസ ബീച്ച് എന്ന് അടിച്ചു കൊടുത്ത് ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കോർണിഷിൽ വലിയൊരു ബോട്ട് പോലത്തെ വലിയ സംഭവം നിൽക്കുന്നത് കാണാം. അത് റെസ്റ്റോറൻ്റാണ്. അവിടെ ഒരു അറബ് ഒരു കല്യാണം നടക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ആയിട്ടും കുറച്ച് അടുത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴേക്കും കല്യാണത്തിൻ്റെ ബോട്ട് അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എത്ര 1 മണിക്കൂറിന് ഒരാൾക്ക് 100 ദിർഹംസോ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടാണ് എൻ്റെ റെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഒരു കോർണിഷ് പോലത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ അത് കൂടെ അങ്ങ് നടക്കുകയാണ് നമ്മൾ. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞ് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വെളിച്ചവും സൗകര്യങ്ങളും ഒരു സ്ഥലം കാണാം. അവിടെയാണ് ഈ പറഞ്ഞ മർസ ബീച്ചിലെ എല്ലാ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് വിൻ്ററിന് ഉണ്ടാവുള്ളൂ. വിൻ്റർ അവസാനിക്കുന്നതാണ് അവർ പറഞ്ഞത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇങ്ങനത്തെ റെൻറ്റിന് എടുത്തിട്ടുള്ള ഇങ്ങനത്തെ വണ്ടികൾ എടുത്ത് ഓടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ടീ ഷോപ്സ്, തുർക്കിഷ് കോഫി ഷോപ്സ്, പിന്നെ ഇങ്ങനെ ചെറിയ ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ട് അതിന് മുകളിൽ കളിക്കാനുള്ള സാധനങ്ങൾ, നല്ല എന്താ പറയുക, നമുക്ക് ഫാമിലിക്ക് പിന്നെ പർച്ചേസ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനും നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ അത് സാധാരണ നമുക്കറിയാം ഇങ്ങനെ ബീച്ച് ഏരിയയിൽ ഇങ്ങനത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് അവിടുത്തെ സാധനങ്ങൾക്ക്. പക്ഷേ എനിക്കിവിടെ അത്ര കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ പർദ്ദ ഷോപ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിറച്ച് എന്നിട്ട് അറബ്സ് നന്നായിട്ട് പർദ്ദാസും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പർദ്ദ എടുത്തു. എനിക്ക് പർദ്ദയ്ക്ക് വെറും വിത്ത് ഷോൾ അടക്കം 40 ദിർഹംസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നല്ല പർദ്ദയായിരുന്നു. പിന്നെ കുറേ ഫുഡിൻ്റെ ഷോപ്പുകളുണ്ട്, പർദ്ദ ഷോപ്സ് ഉണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്സ്, അങ്ങനെ ഒരുപാട് ഷൂവിൻ്റെ ഷോപ്സ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. നമുക്ക് നടന്നിങ്ങനെ വാങ്ങാം ഫുഡും ഡ്രസ്സും. പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ ലേഡീസിന് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് അതിൻ്റെ വേറൊരു എൻട്രൻസാണ്. ഞങ്ങൾ വേറൊരു എൻട്രൻസ് കൂടെയാണ് കയറിയത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള, വലിയ ആൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു ഹട്ടിൽ കുറേ ഷോപ്സുകൾ, മോസ്റ്റ്ലി പർദ്ദ ഷോപ്സും പിന്നെ ഈ അറബ്സ് പർദ്ദയുടെ ഉള്ളിൽ ഇടുന്ന ഡ്രസ്സ് ഉണ്ടാവില്ല, ഒരു തരം ക്ലോത്ത്, അതും അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ, പാൻസ്, ടോപ്സ് എല്ലാം ഉണ്ട്. മോസ്റ്റ്ലി ലേഡീസിനാണ് കൂടുതൽ, ജെൻസിനുള്ളതും ഉണ്ട്. പിന്നെ എന്താ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. നിങ്ങളെ ഒരു നീല ബോർഡിൽ കാണില്ലേ മർസ എന്നത്, അതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ എന്താ കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട്. ഒരുപാട് നടന്നാൽ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഷോപ്സുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവിടെ ഡ്രസ്സിൻ്റെ ഷോപ്സ്, പർദ്ദ ഷോപ്സ്, അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ലേഡീസിന് ആവശ്യമുള്ള ക്രീംസ് കാര്യങ്ങൾ, പിന്നെ ആക്സസറീസ് കുറേ ഉണ്ട്. ഫുഡിൻ്റെ ഏരിയയിൽ കുറേ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഡോണർ കബാബ്സ്, ഇത് അങ്ങനത്തെ കുറേ കോഫീസ്, പിന്നെ ചിപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. അവിടെ ഒരു ലേഡി ഇരുന്നിട്ട് തയ്ക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബ്രേസ്ലെറ്റ്സ്, വളകൾ, പിന്നെ പിന്നെ ബ്രാൻഡഡ് ബാഗ്സിൻ്റെ സെക്കൻഡ് കോപ്പീസ് അത് അവിടെ ഉണ്ട് കേട്ടോ. ഗുച്ചിയും സാറിയും ലൂയി വിറ്റൻ്റെ ഒക്കെ സെക്കൻഡ് കോപ്പീസ് അവിടെ ഉണ്ട്. അതിനൊക്കെ ഇക്കണോമിക് പ്രൈസാണ്. അതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലുക്കൈമാത്താണ് കഴിച്ചത്. നോർമലി ഇങ്ങനത്തെ ഏരിയാസ് അതാണ് ഉണ്ടാവുക. അപ്പോൾ ലുക്കൈമാത്തും പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കാണുന്ന കാഴ്ച എടുത്തത്. അപ്പോൾ
കുറച്ച് നേരം ആ റെസ്റ്റോറൻറ്റിൽ അവരെ പരിപാടികളും കണ്ട് പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. നടക്കുന്തോറും ഈ പറഞ്ഞ പോലെ തന്നെ ജെൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. അവർക്കുള്ള കോട്ട് സെറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിവിടുന്ന് വാങ്ങിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ്സ് അല്ലെ കയ്യിൽ വാച്ചിൻ്റെ മുകളിലിടാനുള്ള വള പോലത്തെ സംഭവങ്ങൾ, ബാഗെല്ലാം വാങ്ങിച്ചു, പർദ്ദ വാങ്ങിച്ചു. പക്ഷേ ഭയങ്കര എക്കണോമിക്കായിരുന്നു. ഷാർജയിലും ദുബായിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പോയി വാങ്ങുമ്പോൾ ഭയങ്കര എക്കണോമിക്കാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയാണ്. ഇവിടെയും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേജിൽ അപ്പോൾ അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സ്റ്റേജിൽ അപ്പോൾ അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഒരു മെജീഷ്യൻ വന്നിട്ട് എന്തായാലും ഇപ്പോൾ മെജീഷ്യൻ്റെ ഫുൾ കാണിക്കുന്ന വീഡിയോ, പക്ഷേ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അറബ്സ് ഐ തോന്നുന്നു മെജീഷ്യൻ ഈജിപ്ഷ്യനോ സിറിയനോ അങ്ങനെ എന്തോ ആണ്. നന്നായിട്ട് രസമുണ്ടായിരുന്നു. നല്ല കുറേ നേരം നിന്ന് കണ്ടു. നമുക്ക് ബോറടിക്കുകയൊന്നും ചെയ്തില്ല. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ അത് മുഴുവനൊന്നും കാണിക്കുന്നില്ല വീഡിയോ, കുറച്ചായിട്ട് ഇതിൽ കാണിക്കാം. മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ അതന്നെ കാണിക്കാൻ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അയാളുടെ എന്താ പറയുക ആ മാജിക് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു രസമായിരുന്നു. അങ്ങനെ നോർമലി ഇതൊക്കെ ഇങ്ങനെ ഒരേ ലെങ്ത്തിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ കോല് കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് തിരിക്കുകയാണ്. അത് മാത്രമല്ല വേറെയും കുറേ മാജിക്സ് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ പലകയുടെ മുകളിൽ ഗ്ലാസ് വെച്ച് അതിന് മുകളിൽ വീണ്ടും പലക വെച്ച് പിന്നെയും ഗ്ലാസ് വെച്ച് അങ്ങനെ ലെയറായിട്ട് വെച്ചിട്ട് അയാൾ അതിൻ്റെ മുകളിൽ ആ നിന്ന സ്ഥലത്ത് തന്നെയാണ് ഓരോ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോകുന്നത്. അത് ഭയങ്കര ഡേഞ്ചറായിരുന്നു. കാണുന്നവർ എന്താ പറയുക ശ്വാസം അടക്കി പിരിച്ചിരുന്ന് കാണുകയെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് അയാൾ ഞാൻ അതിന് മുകളിൽ വേറൊരു പലക വെക്കും, എന്നിട്ട് അതിന് മുകളിൽ ഗ്ലാസ് വെക്കും. അങ്ങനെ എന്താ പറയുക, അത് ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കറായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഇത് വീഴുമോ, ഗ്ലാസ് ആണല്ലോ, വീണ പൊട്ടൂലേ, മുറിയാവൂലേ. പക്ഷേ അയാൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഭയങ്കര ടെക്നിക്കാണ് ഇത് ചെയ്ത് അവർക്ക് പരിചയം ഉണ്ടാകും. കാണുന്നത് നമുക്കാണ് ടെൻഷൻ. പക്ഷേ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ. നിങ്ങൾക്കും ചിലപ്പോൾ ടെൻഷൻ ഉണ്ടോ അത് വീഴുമോ എന്നുള്ളത്. അത് അടിപൊളിയായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്തുള്ള ഡാൻസും കാര്യങ്ങളും, പിന്നെ അവർക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളും, കുറേ കുട്ടികളെ വിളിച്ചിട്ട് ബോൾ പാസ് ചെയ്തിട്ടില്ല, പാട്ട് ഓണാക്കി വെച്ച് ബോൾ പാസ്, അങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഒരുവിധം കാണലെല്ലാം കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ അതൊക്കെ ഷോപ്പുകളാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു കുട്ടികളെ ഷോപ്പിൽ നിന്നും ചെറുതിന് ഒരു സാലിമയ്ക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും പ്രൈസ് കുറവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലൊക്കെ പ്രൈസ് കുറവാണ്. ഇങ്ങനത്തെ സാധാരണ പ്രൈസ് കൂടുതലാണ് വേണ്ടത്, പക്ഷേ പ്രൈസ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.